സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെയും മറ്റന്നാളും 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുമാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. റെഡ് അലർട്ടുമുണ്ട്. എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിശക്തമായ മഴ വരുന്നു. റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും 3 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ടുമുണ്ട്. എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ശ്രുതി, നാളെയും മറ്റന്നാളും 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി 3 ജില്ലകളിലാണ് നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ നാളെയും മറ്റന്നാളും അതിതീവ്ര മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും എന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. അതേ തുടർന്നാണ് റെഡ് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും തീരദേശ മേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, തമിഴ്നാട്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന ഒരു മുന്നറിയിപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും കാലാവസ്ഥാ വകുപ്പും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൂടാതെ മലയോര മേഖലകളിൽ കൂടുതലായി മഴ ലഭിക്കും എന്ന മുന്നറിയിപ്പിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കവെയാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഏകദേശം 1-1.5 മണിക്കൂർ മാത്രം മഴ നിർത്താതെ പെയ്യുന്ന സാഹചര്യത്തിൽ തലസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ച് പൊതുജനം ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശവും പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലൊക്കെ തന്നെ തലസ്ഥാനത്ത് ആമിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ളവ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണം ഒന്നും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ വലിയ രീതിയിൽ പരാതി ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ പ്രധാന റോഡുകൾ ഉൾപ്പെടെ ഇടവഴികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്മാർട്ട് റോഡുകളുടെ ഒക്കെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ പല റോഡുകളിലേക്കും ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. കൂടാതെ വലിയ രീതിയിലുള്ള കുഴികളൊക്കെയാണ് പല റോഡുകളിലും എടുത്തിട്ടിരിക്കുന്നത്. ഈ കുഴികളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ പൊതുജനം സൂക്ഷിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മഴ ശക്തമാകുന്നതിനോടൊപ്പം തന്നെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ ഓരോ മണിക്കൂറുകളിലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കേൾക്കണമെന്നും അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നും മുന്നറിയിപ്പിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും മഴ ശക്തമാവുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് മഴ പെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള മഴ വ്യക്തമാണ്. എന്തായാലും തീവ്രമായ മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത്.